നമ്മൾ അറബികളോടൊപ്പം ജീവിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതല്ല, നമ്മൾ തന്നെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് പാലം തുടങ്ങുമ്പോൾ പാലം കഴിഞ്ഞ ഉടനെയുള്ള ഡിവൈഡർ എന്നൊക്കെ പറയണമെങ്കിൽ പാലത്തിന് എന്താണ് അറബി പറയാമെന്ന് പഠിക്കണം. പാലത്തിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പഴയ ആളുകളൊക്കെ പഠിച്ചു വെച്ച ഒരു വാക്കുണ്ട്, കൂബിരി എന്നാണ് പറയാം. കൂബിരി എന്നാണ് അതിന് പേര് പറയൽ. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറം പാലം കഴിഞ്ഞ ശേഷം എന്നെങ്ങനെയാണ് പറയുക? ബഅദൽ കൂബിരി, ബഅദൽ കൂബിരി. ഓക്കെ, പാലത്തിൻ്റെ മുമ്പ് എങ്ങനെ പറയും? ഗബുലൽ കുബിരി, ഗബുൽ അൽ കുബിരി എന്നാണ്. ഗബുലൽ കുബിരി എന്ന് പറയാം. ഗബുൽ അൽ കുബിരി എന്ന് പറയേണ്ട ഗബുലൽ കുബിരി. ഓക്കെ, അപ്പോൾ ഗബുൽ ബഅദ് കുബിരിയിലേക്ക് ചേർത്താൽ മുമ്പും ശേഷമായി. അപ്പോൾ കുബിരി. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. സാഹിത്യ അറബിയിലും യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ പാലത്തിന് അഥവാ ബ്രിഡ്ജിന് ഒരിക്കലും കുബിരി എന്നല്ല ഉപയോഗിക്കുക. അതിന് പേരെന്താണ്? ജിസ്ർ എന്നാണ്. ജിസ്ർ എന്നാണ്. ഓക്കെ, ജിസ്ർ എന്ന ഈ ജിസ്റുൽ മലിക്, ജിസ്ർ എന്ന് പറയുന്നത് ഫേമസ് ആയ വാക്ക് കൂടിയാണ്. അതും ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ബഅദൽ ജിസ്ർ എന്ന് പറഞ്ഞാൽ മതി, ഗബുലൽ ജിസ്ർ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഞാൻ പാലത്തിൻ്റെ താഴെയാണുള്ളത്. അന തഹ്തൽ കുബിരി അല്ലെ തഹ്തൽ ജിസ്ർ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചേർത്തുകൊണ്ട് വാക്കുകൾ പറയാനുള്ള ഒരു കൃത്യത അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോക്കൽ കുബിരി. അപ്പോൾ ഞാൻ പറഞ്ഞ നാലെണ്ണം കൂടി പറയാം. ബഅദൽ കുബിരി, ആഫ്റ്റർ കുബിരി. ഗബുലൽ കുബിരി, ബിഫോർ ബ്രിഡ്ജ്. ഓക്കെ, തഹ്തൽ കുബിരി, പാലത്തിൻ്റെ താഴെ. ഫോക്കൽ കുബിരി, പാലത്തിൻ്റെ മുകളിൽ. മനസ്സിലായോ? ഇതാണ് പാലത്തിന് കുബിരി എന്നും ജിസ്റി എന്നും പറയും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതോടൊപ്പം നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാലം കഴിഞ്ഞ ഉടനെ എന്ന് പറയണം. ഇപ്പോൾ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പാലം കഴിഞ്ഞ ഉടനെ ഒരു സർവീസ് റോഡുണ്ട്, അതിലൂടെ തിരിയണം. അത് വളരെ പ്രധാനം തന്നെ. കാരണം ആ പാലം കഴിഞ്ഞ ഉടനെയുള്ള എക്സിറ്റ്, ഇപ്പോൾ റിയാദിലെ കുബിരി മജ്നൂൻ എന്ന് നമ്മുടെ കുട്ടികളൊക്കെ പറയാറുണ്ട്. ഹൗസ് ഡ്രൈവർമാർ വൈകുന്നേരം വരെ കറങ്ങും. കാരണം ഓരോ എക്സിറ്റിനും ഓരോ പേരാണ്, നമ്പറാണ്. ആ നമ്പർ പേച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭ്രാന്തൻ കുബിരി എന്നാണ് അതിന് പറയുന്നത്. കുബിരി മജ്നൂൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആൾക്കാരിട്ട പേരാട്ടോ. അപ്പോൾ അതിൽ കറങ്ങിയിട്ട് ഭ്രാന്താവുന്നു. അപ്പോൾ ബഅദൽ കുബിരി മുബാശറ, ബഅദൽ കുബിരി മുബാശറ. മുബാശറ എന്ന് പറയുന്നത് ഉടനെ എന്നർത്ഥമാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ. ബഅദൽ കുബിരി മുബാശറ, പാലം കഴിഞ്ഞ ഉടനെയുള്ള എക്സിറ്റിന് മഖ്റജ് എന്ന് പറയും. يعني أنت اطلع على المخرج بعد الكبر مباشرة. പാലം കഴിഞ്ഞ ഉടനെയുള്ള എക്സിറ്റിലേക്ക് കടക്കുക. ഓക്കെ, എക്സിറ്റിന് മഖ്റജ് എന്ന് പറയും. സർവീസ് റോഡിന് എന്താ പറയുക? ഷാരി അൽ ഖിദ്മ, ഷാരി അൽ ഖിദ്മ എക്സിറ്റ്. എന്നാൽ മഖ്റജ് ഷാരി അൽ ഖിദ്മ സർവീസ് റോഡ്. ഓക്കെ, അപ്പോൾ ഇത് കുറേ വാക്ക് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഈ കൃത്യമായ ഉപയോഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്താലോ? കുബിരി പാലം, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ജിസ്ർ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് തഹ്ത്ത് താഴെ, ഫൗക്ക് മുകളിൽ, ഗബുൽ ബിഫോർ, ബഅദ് ആഫ്റ്റർ അതിന് ശേഷം, പിന്നെ ഷാരി അൽ ഖിദ്മ സർവീസ് റോഡ്, മഖ്റജ് എക്സിറ്റ്. ഇതാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് പറയാനുള്ള വാക്കുകൾ. അതേപോലെ ഒരു വാക്ക് കൂടി ഞാൻ പറഞ്ഞല്ലോ, മുബാശർ. മുബാശറ എന്ന് പറയണം. മുബാശറത്തൻ എന്നും ഇവർ ഉപയോഗിക്കും ആ വാക്കിനെ. ഒരു വാക്കിനൊരു ആംഗിൾ മാറുമ്പോഴേ, അതിൻ്റെ താഴെ കസ്റോ ഫതഹൊക്കെ മാറുമ്പോഴേക്ക് ആശയം തന്നെ മാറിപ്പോകും. വളരെ സൂക്ഷിച്ചു വേണം അതിനെയൊക്കെ നമ്മൾ സംവദിക്കുമ്പോൾ ഉപയോഗിക്കാൻ. ഓക്കെ, ഇതാണെന്ന് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാലം കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാം, പാലം കഴിഞ്ഞ ഉടനെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയണമെങ്കിൽ ഗാബിലക്ക് ഇൻഷാ അല്ലാഹ് ഗാബിൽ ബഅദൽ കുബരി മുബാശറ എന്നാണ് പറയേണ്ടത്. ഓക്കെ, കൂടുതൽ അറിവ് നേടുന്നതിന് 1000ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഫ്രീ വെബിനാർ എല്ലാ വെള്ളിയാഴ്ചയും അറബിക്യൂന് നടത്തുന്നുണ്ട്. മറക്കാതെ അതിൽ പങ്കുചേരുക. കൂടുതൽ പഠിക്കണം, ഒന്നുകൂടി അറബികളെ പോലെ സംസാരിക്കുവാൻ കഴിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് സൂം ആൻഡ് വാട്സപ്പ് ട്രെയിനിങ് അറബിക്യൂന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശുക്രൻ, മഅസ്സലാമ.